ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ശ്രീ രത്തൻ കേൽക്കറുമായി ശ്രീ വി ഡി സതീശനും കോൺഗ്രസിനുമുള്ള ബന്ധം, കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് വ്യക്തമാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കോൺഗ്രസും തയ്യാറാകണം. BJPയുടെ സീൽ കീശയിൽ കൊണ്ടു നടക്കുന്നയാളെ എങ്ങനെയാണ് ശ്രീ വി ഡി സതീശൻ സ്വന്തം കീശ ഏൽപ്പിച്ചത് എന്ന് പറയണം. എന്ത് ബന്ധമാണ് സ്വന്തം കീശ ഏൽപ്പിക്കുക എന്ന് ഞാൻ പറയാൻ കാരണം, വേറൊരു നിയമനമല്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. മനസാക്ഷി സൂക്ഷിപ്പുകാരായിരിക്കും, ഇല്ലെങ്കിൽ മനസ്സിനിണങ്ങുന്നവരായിരിക്കും. നമ്മളത് കുറേ കൂടി പറഞ്ഞാൽ നല്ല വേവലെങ്ത് ഉള്ളവർ, നല്ല വൈബുള്ളവർ, പരസ്പരം നല്ല ഇണങ്ങിപ്പോകാൻ കഴിയുന്നവർ, അങ്ങനെ ഉറപ്പുള്ളവർ, അങ്ങനെയല്ലേ ചൂസ് ചെയ്യുള്ളൂ. അദ്ദേഹത്തിൻ്റെ ചൂസാണ്. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രീ രാഹുൽ ഗാന്ധി കോട്ട് ആൻഡ് അൺകോട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കെതിരായിട്ടാണ്? ഇലക്ഷൻ കമ്മീഷനെതിരെ. രാഹുലിൻ്റെ ശത്രു ശ്രീ വി ഡി സതീശൻ്റെ മിത്രം. അതെങ്ങനെ വരുന്നു? കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലെ മുഴുവൻ ഫയലുകൾക്കും അവസാന സീൽ വെക്കേണ്ട ഒരാൾ BJPയുടെ സീൽ കൊണ്ട് നടക്കുന്നയാളെ വെച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം. രാഹുലിൻ്റെ ശത്രു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത വ്യത്യസ്ത നിലപാടുള്ള ഒരാളെ തന്നെ ആക്കിയത് രാഹുലാണോ ഹൈക്കമാൻഡ്, അതേ വേറെ ഏതെങ്കിലും കോർപ്പറേറ്റ് ആണോ ഹൈക്കമാൻഡ് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതുണ്ട്. 2, വകുപ്പുകൾ എടുക്കുന്ന കൂട്ടത്തിൽ പോർട്ട് വല്ലാത്ത കൗതുകത്തോടെ എന്തിനാണ് സ്വന്തമാക്കിയത്? പോർട്ട് വകുപ്പിനോടുള്ള മുഹബത്തും രത്തൻ കേൽക്കറിൻ്റെ നിയമനവുമായി ബന്ധമുണ്ടോ? ഇത് വരട്ടെ, ഞാനിപ്പോൾ എല്ലാം പറയുന്നില്ല എന്നേ ഉള്ളൂ, ചോദ്യം വന്നതുകൊണ്ട് പ്രതികരിച്ചത്. ഇലക്ഷൻ്റെ ക്യാമ്പയിൻ പീരീഡിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ശ്രീ വി ഡി സതീശൻ്റെ എല്ലാ ക്യാമ്പയിനിലും ഈ പോർട്ടുണ്ട്. അന്നത്തെ യാത്ര, ഇപ്പോഴത്തെ ഈ നിയമനം, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലും AICCയും അവരുടെ പ്രഖ്യാപിത നിലപാടുകളെ മറികടന്നുകൊണ്ട് ഇവിടെ എടുക്കുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഹൈക്കമാൻഡ് ശ്രീ വി ഡി സതീശനെ നയിക്കുന്നുണ്ടോ എന്ന ചോദ്യം